മക്കളെ വെൽക്കം ബാക്ക് ടു ആർകെനെക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ECG എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ECG ചോദിക്കാണ്ട് ഒരിക്കലും നമ്മളുടെ പ്ലസ് വണ്ണിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തരും. ഈ ഗ്രാഫ് വന്നിട്ട് നമ്മൾ ചോദിക്കും എന്താണ് ECG എന്ന് ചോദിക്കും. വാട്ട് ഈസ് ECG എന്ന് ചോദിക്കും. അപ്പോൾ ECG എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നങ്ങ് എഴുതും. ഓക്കെ, നമ്മളുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്ത്? ECG. ഇനി എന്താണ് ഈ കാണുന്ന P എന്താണെന്ന് ചോദിക്കും, ഈ കാണുന്ന QRS എന്താണെന്ന് ചോദിക്കും, ഈ കാണുന്ന T എന്താണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഈ P വേവ് എന്ന് പഠിച്ചേക്കണം. എന്താണ് P വേവ്? P വേവ് എന്താണ്? ഏട്രിയൽ ഡീപോളറൈസേഷൻ. എന്താണ് QRS കോംപ്ലക്സ്? എന്താണ് QRS കോംപ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. എന്താണ് ടി വേവ്? ടി വേവ് എന്ന് പറയുമ്പോൾ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഇത്രയും എന്തേ ഉള്ളൂ ECG ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം.